ചായ തരാനും കാപ്പി തരാനും വേണ്ടി മാത്രമല്ല അവരെ ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ മടിയിലിരുന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. ഇത് 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 ശരിക്കും ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ വയ്ക്കുന്നത്. ഇത് വേറെ ഒന്നിനുമല്ല. ഇത് ഞാൻ നിക്കോണിൻ്റെ അടുത്ത് ഇത് ഇടാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത് കേട്ടാ. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് കഴിഞ്ഞ കാര്യമാണ്. ചായയുണ്ട്, ഇഡ്ഡലിവട, ചട്നി, പരിപ്പ് വട. ഈ സാധനം നിങ്ങളെല്ലാം കണ്ടില്ലായിരുന്നു. ഈ സാധനം ആക്ച്വലി ഇവര് നമുക്കറിയാവുന്ന ഒരാൾ വഴി ഇത് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാർ ഈ വീഡിയോ എവിടുന്നോ ഏതോ ഒരു വലിയ എൻ്റെ മറ്റേ ഫോട്ടോ ഉള്ള ഒരു പേജ് എടുത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി. മനസ്സിലായി? ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ട് കുറേ പേര് കണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചത് എൻ്റെ പേജിലാണ് ഞാനാണ് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്ന്. മനസ്സിലായ? ഞാനാണ് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്നാണ് ഇവരെല്ലാം വിചാരിച്ചത്. എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് റിമൂവ് ചെയ്യണം, ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ലൈവ് ഇട്ടില്ല, ഇത് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല പോസ്റ്റ് ചെയ്തേക്കുന്നത്, വേറെ ഏതോ ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തൊപ്പിയുടെ സായിപ്പിൻ്റെ എല്ലാം ഇത് പേസ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ഇത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ തലേ വന്നു. മനസ്സിലായോ? ഇത് നൈസായിട്ട് എൻ്റെ തലേ വന്നു. അതായത് ഞാൻ എന്നിട്ട് സംസാരിച്ചു. പക്ഷേ ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം ബ്രോ. എൻ്റെ വൈഫ് ഒരു എയർ ഹോസ്റ്റേഴ്സ് ആയിരുന്നു. എൻ്റെ വൈഫ് ഒരു എയർ ഹോസ്റ്റേഴ്സാണ്. ഇതിനകത്ത് ചായ തരാനും കാപ്പി തരാനും വേണ്ടി മാത്രമല്ല അവരെ ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. ഓരോ ഞാൻ പറയത്തില്ല ലോകത്തുള്ള എല്ലാ എയർ ഹോസ്റ്റേഴ്സ്മാരും ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരും മറ്റേ ബാക്കിയുള്ള മറ്റേ എല്ലാവരും മറ്റേ നിറകുടങ്ങളാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ പറയാ, ഇവരുടെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഫ്ലൈറ്റിനകത്ത് വരണം. നിങ്ങൾക്കൊരു നെഞ്ചുവേദനയോ നിങ്ങൾക്കൊരു അസുഖമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും വരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെന്തിനു വേണ്ടി ട്രെയിൻ ചെയ്തതാണെന്ന്. എൻ്റെ വൈഫിൻ്റെ മടിയിലിരുന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അവളിത് കണ്ടപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അതാണ്. എൻ്റെ വൈഫിൻ്റെ മടിയിലിരുന്നിട്ട് ഒരു പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ്. മനസ്സിലായി? അപ്പോൾ അവൾക്കത് കണ്ടപ്പം അവളെൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊട്ടും തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളൊരു കാര്യം എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ ബാക്കിയുള്ള കുറേ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു കേസ്. അപ്പോൾ ഈ പറയണത് പോലെ ഇവരെ ചായ കൊടുക്കാൻ ഇതിനു വേണ്ടി മാത്രമല്ല ട്രെയിൻ ചെയ്തേക്കുന്നത്, ഇവരെ കുറേ കാര്യങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബേസിക് മറ്റേ നമുക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ്, ഈ എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഇതുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കണം. ഇത്രയ്ക്ക് ഇവരെ ഇങ്ങനെ ഇത് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു വൈഫ് ഈ ജോലി കഴിഞ്ഞ 9 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പരിചയപ്പെടുന്നത് പോലും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ജോലിക്ക് ഉള്ള റെസ്പെക്റ്റ് എനിക്കും അവൾക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അതെനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരെ ചായ തരാനും മറ്റേ ഇത് തരാനും വേണ്ടിയിട്ട് മാത്രമല്ല ഇതിനകത്ത് എടുത്തേക്കുന്നത്. അതൊന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം, അതൊക്കെ അവരുടെ കാര്യം. ഞാൻ എൻ്റെ പേരിൽ ഈ വീഡിയോ എൻ്റെ ഒരു DP ഇട്ടൊരു പേജിൽ വന്നുകൊണ്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് ക്ലിയർ ആക്കിയതാണ്.